നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ? അവര് എന്ത് കാര്യമായിട്ട് അങ്ങോട്ട് വന്നത്? ഒരാള് ജാമ്യത്തിലെടുക്കുന്ന കേസുമായിട്ടാ വന്നത്. ധനുഷ് എന്നാണ് പ്രതിയുടെ പേര്. അതെ, അത് തന്നെ. ധനുഷ് എന്നാ പേര് പറഞ്ഞത്. റൂമില് സച്ചി അർച്ചന ഇരിപ്പുണ്ട്. അവരിപ്പോ ഇറങ്ങി വരും. ഓ, നമ്മളെ അവര് കാണണ്ട. നന്ദ വണ്ടി എടുക്ക. അല്ല, നന്ദേട്ടനൊപ്പം ഡോക്ടർ ഇതോടെ പോകുന്നു. നമ്മളോടൊരു ഫ്രണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ട് നന്ദേട്ടനൊപ്പം ആണല്ലോ ഡോക്ടർ പോകുന്നത്. സച്ചേട്ടൻ ഡോക്ടറുടെ വെപ്രാളം ശ്രദ്ധിച്ചോ? നമ്മളിന്ന് എന്തോ മറക്കുന്ന പോലെ തോന്നിയില്ലേ? ആ, അതെനിക്ക് തോന്നിയിരുന്നു. സച്ചേട്ടൻ വണ്ടി എടുക്ക്. എന്താന്ന് അറിയണമല്ലോ. വാ. അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ് സർ. ആ, ഓക്കെ സർ. മോഹൻ സർ ഓഫീസിലുണ്ടെന്ന്. സച്ചി അർച്ചനയും കണ്ടാൽ എന്താ പ്രശ്നം? എപ്പോഴായാലും അവരറിയില്ലേ ധനുഷിനെ പുറത്തിറക്കിയത് ഞാനാണെന്ന്. അതറിയും. അറിഞ്ഞോട്ടെ. ഞാനും കൂടി ഇതിന്റെ ഭാഗമാവുന്ന കാര്യം ഒരിക്കലും സച്ചി അർച്ചനെ അറിയരുത്. സച്ചേട്ടാ, നന്ദേന്റെ കാറ് കാണുന്നില്ലല്ലോ. എങ്ങോട്ടായിരിക്കും പോയത്? നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇത്രയൊക്കെ നിങ്ങളെ കബളിപ്പിക്കുകയും ആൾമാറാട്ടം നടത്തി സഹോദരിയെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ധനുഷ് എന്ന ആളെ എന്തിനാണ് നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുന്നത്? പറഞ്ഞു കേട്ടിടത്തോളം വലിയൊരു ക്രിമിനലാണ് അയാൾ. ആസാൻ അഡ്വക്കേറ്റ്, എനിക്കതറിയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനി ജാമ്യത്തിലിറക്കി പ്രതികാരം വല്ലതും ചെയ്യാനുള്ള ഉദ്ദേശമാണോ മിസ്റ്റർ നന്ദൻ? പ്രതികാരം ചെയ്യാനൊന്നുമല്ല സാർ, എന്റെ സഹോദരിക്ക് വേണ്ടി തന്നെയാണ്. സഹോദരിക്ക് വേണ്ടിയോ? കല്യാണം മുടങ്ങിയത് വരെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടി ഞാൻ പറയാം. അവരെങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. ഇനി നമുക്ക് തിരിച്ചു പോകണ്ട സച്ചേട്ടാ. ഇതുവഴി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതൊക്കെ കൊണ്ടാ സാർ ഞാൻ ധനുഷിനെ ജാമ്യത്തിലെടുക്കാന്ന് കരുതി. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഈ ഒരു തീരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അത് ചിലപ്പോൾ എൻ്റെ ഒരു കഴിവുകേടായിരിക്കും. എങ്കിലും എൻ്റെ അനിയത്തിയുടെ ജീവിതം ഓർത്ത് ഞാനത് കാര്യമാക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിന് ധനുഷ് തെറ്റുകാരനാവുന്നത് സ്നേഹിക്കപ്പോഴും അവൻ അവളെ സ്നേഹിച്ച ആള് തന്നെയാ. അവള് ഭർത്താവാക്കാൻ ആഗ്രഹിച്ച പുരുഷൻ തന്നെയാ ധനുഷ്. അവളുടെ ആവശ്യം നടത്തി കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഇപ്പൊ ചെയ്യാനാവൂ. പിന്നീട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. നടന്നില്ലെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. സച്ചേട്ടാ, സച്ചേട്ടാ, വണ്ടി നിർത്തേ. ദേ, അവിടെ നന്ദേന്റെ കാറ് ഞാൻ കണ്ടു. കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുക്ക്.
വക്കീൽ ഓഫീസാണല്ലോ ഇത്. ഇവരെന്തിനാ ഇവിടേക്ക് വന്നത്? സച്ചേട്ടൻ കാറ് സൈഡാക്ക്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. സന്ധ്യ പരാതിയൊന്നുമില്ലെന്ന് പോലീസിനോട് പറഞ്ഞതുകൊണ്ട് ആ കേസ് ഒഴിവായെങ്കിലും നന്ദകുമാറിന്റെ അനിയനെ കിഡ്നാപ്പ് ചെയ്ത കേസാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് കുറച്ച് പണിയാണ്. സാക്ഷികൾ എങ്ങനെ ബന്ധുക്കൾ തന്നെയല്ലേ, അപ്പൊ അത് സാരമില്ല. അവനെ ഏത് വിധേനയും ജാമ്യത്തിൽ ഇറക്കി തരണം സർ. നന്ദനേക്കാൾ ധൃതിയാണല്ലോ സന്ധ്യയ്ക്ക്. ഇതിൽ ധനുഷിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അജേഷിനെ ഏൽപ്പിച്ചാൽ മതി. അജേഷ്, സബ് ജയിലിൽ നിന്ന് ഒരു വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങണം. അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും. സർ, ചെയ്യാം. ഞാൻ ധനുഷിനെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. എന്നാ ഞങ്ങളിനി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ സർ. ഇല്ല, നിങ്ങൾ വെക്കോളൂ. സച്ചേട്ടാ, ദേ. ചേട്ടാ. ആ, സാറിനെ കാണാനോ? ചേട്ടാ, ഞങ്ങൾക്കൊരു കാര്യം അറിയണമായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അവര് എന്ത് കാര്യമായിട്ട് അങ്ങോട്ട് വന്നത്? ഒരാൾ ജാമ്യത്തിലെടുക്കുന്ന കേസുമായിട്ടാ വന്നത്. ധനുഷ് എന്നാണ് പ്രതിയുടെ പേര്. അതെ, അത് തന്നെ. ധനുഷ് എന്നാ പേര് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.